Hello everyone, welcome back to another episode of NISHANA'S recipe notes. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയാണ്, ചിക്കൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇത് ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച ബോൺലെസ് ചിക്കനാണ്. ഇത് കുക്കറിൽ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഒരു വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 3 വലിയ പൊട്ടറ്റോസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പൊട്ടറ്റോസ് ഒന്ന് നന്നായി ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാഷർ ഉപയോഗിക്കുന്നുണ്ട്. ഈ മാഷർ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 വലിയ സവാള കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ശകലം ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഇത്രയും ചേർത്ത് കൊടുക്കുകയാണ്. ഇത്തിരി കറിവേപ്പിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി വഴന്നു വരുമ്പോൾ നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് വരണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനുള്ള കൂട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട്, ഓരോ ലെമൺ സൈസ് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വേണ്ട ഡിസൈഡ് ഷേപ്പിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിൻ്റെ മൗൾഡ് വെച്ച് വേണമെങ്കിലും തയ്യാറാക്കാം. ഞാൻ വളരെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കയ്യിലിട്ടിട്ട് തന്നെയാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞാൻ ഓരോന്നും റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ്, ഞാനിവിടെ ഒരു എഗ്ഗ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ശകലം ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഈ ഓരോ കട്ട്ലറ്റും
ഈ എഗ് മിക്സിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഒരു 3-4 എണ്ണ എടുത്തിട്ട് ഇതുപോലെ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ കട്ട്ലറ്റ് സൈഡ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ അത് നമുക്കൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് ഇപ്പോൾ നമുക്ക് നോമ്പ് കാലത്തൊക്കെ ഇഫ്താർ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അല്ലാത്ത സമയങ്ങളിൽ 4 മണി പലഹാരമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് മറക്കാതെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ടേക്ക് കെയർ. ബൈ.